US-ഇസ്രായേൽ സഖ്യത്തിനെതിരെ ഡ്രോണുകൾ വഴി ആക്രമണം നടത്തിയ ഇറാൻ പ്രഹരശേഷി കൂടിയ ആയുധങ്ങൾ പുറത്തെടുത്ത് ആക്രമണം കടുപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി തങ്ങളുടെ പക്കലുള്ള ഖുറം ഷെഹിർ മിസൈൽ പ്രയോഗിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചു. 1800 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഖുറം ഷെഹിർ മിസൈലുകൾ. മിസൈൽ ഉപയോഗിച്ച് തുടങ്ങിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആണ് സ്ഥിരീകരിച്ചത്. ശത്രുക്കളുടെ സാങ്കേതിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഖുറം ഷെഹിർ മിസൈൽ വെച്ചുള്ള ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ഇസ്രായേൽ തലസ്ഥാനമായ ടെലവീവിലെ ഹൃദയഭാഗത്തുള്ള ബീറിയാക്കോവിലെ സൈനിക കേന്ദ്രം, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ, ഹൈഫ തുറമുഖം എന്നിവയ്ക്ക് നേരെയാണ് കനത്ത ആക്രമണം നടത്തിയത്. ഇക്കാര്യം IRGC ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആക്രമണം 3 മണിക്കൂറിലധികം നീണ്ടുനിന്നതായും മാരകമായ മിസൈലുകൾ ഉൾപ്പെടുന്ന വിവിധ തലങ്ങളിലുള്ള മിസൈൽ ആക്രമണങ്ങളാണ് നടന്നതെന്നും ഇറാന്റെ സേനാ വിഭാഗം വ്യക്തമാക്കി. ഏറെ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഖുറം ഷെഹിറിന് പുറമെ ഹൈബർ ഷെക്കാൻ, ഖദർ എന്നീ മിസൈലുകൾ കൂടി ഉപയോഗിച്ചാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയതെന്ന് IRGC പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. യുദ്ധത്തിന്റെ നിഴൽ മാറുന്നതുവരെ തങ്ങൾ തിരിച്ചടി തുടരുമെന്നും ശത്രുവിന്റെ പൂർണ്ണമായ കീഴടങ്ങലിനെ കുറിച്ച് മാത്രമേ തങ്ങളിപ്പോൾ ചിന്തിക്കുന്നുള്ളൂവെന്നും IRGC പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം 2000 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടെന്ന് കരുതുന്ന ഖുറം ഷെഹിർ മിസൈലുകൾക്ക് ഇസ്രായേലിന്റെ ആരോ 3 വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാൻ സാധിക്കുമെന്ന് IRGC നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുമ്പോൾ പാതയിൽ പെട്ടെന്ന് മാറ്റം വരുത്താൻ സാധിക്കുന്നതിനാൽ ഇവയെ തടയുക എന്നത് എതിരാളികൾക്ക് ദുഷ്കരമാണെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് റിപ്പോർട്ട്. ടെലവീവിലെ ഭൂഗർഭ ഷെൽട്ടർ തിങ്കളാഴ്ച നടത്തിയ മിസൈൽ ആക്രമണത്തിൽ തകർന്നു എന്നാണ് ഇറാന്റെ അവകാശവാദം. ടെലവീവിലെ അതീവ രഹസ്യ ഷെൽട്ടറുകളിൽ ഒന്നായിരുന്നു ഇതെന്നാണ് റിപ്പോർട്ട്. ഇതുൾപ്പെടെ വൻ നാശമാണ് ഇസ്രായേൽ ഇറാൻ വരുത്തിവെക്കുന്നത്.